ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സെനി റോയ്. കാൽഷ്യം, വൈറ്റമിൻസ്, പ്രോട്ടീൻ ധാരാളം അടങ്ങിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ വൈറ്റമിൻ സി ധാരാളമുള്ളതിനാൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് ഈ ഒരു ഹെൽത്തി ഫുഡ് സഹായിക്കും. കൂടാതെ ചർമ്മ സംരക്ഷണത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനുമൊക്കെ വളരെ നല്ലൊരു ഫുഡ് കൂടിയാണിത്. തൈര് ഉപയോഗിച്ച് നല്ല സ്വീറ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. പ്രോബിയോട്ടിക്സ് ധാരാളം അടങ്ങിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയായ മാംഗോ ശ്രീഖണ്ഡാണ് തയ്യാറാക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കുമൊക്കെ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുത്ത മാങ്ങയാണ് ഈ റെസിപ്പിക്കായി ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെറൈറ്റി മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി ഉപയോഗിക്കാം. മാങ്ങ കഴുകിയെടുത്തതിന് ശേഷം തൊലി കളയുക. ഒരു കപ്പ് മാങ്ങയിൽ നിന്ന്, അതായത് 165 ഗ്രാം മാങ്ങയിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് 10% വൈറ്റമിൻ എ ആണ് ലഭിക്കുന്നത്. കൂടാതെ ധാരാളം പോഷകങ്ങളും വിറ്റാമിനുകളും ധാതുക്കളും നിറഞ്ഞതാണ് മാമ്പഴം. വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, കെ, പൊട്ടാഷ്യം, മഗ്നീഷ്യം എന്നിവയുടെ മികച്ച ഉറവിടം കൂടിയാണ് മാമ്പഴം. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ് മാമ്പഴം. കണ്ണുകളുടെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ആവശ്യമുള്ള സകല പോഷകങ്ങളും ഈ ഒരു പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബറുണ്ട്. അതിനാൽ ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനും കോൺസ്റ്റിപ്പേഷൻ തടയാനുമൊക്കെ വളരെ നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ് മാങ്ങ. ഇതിൽ അയൺ ധാരാളമുള്ളതിനാൽ വിളർച്ച, അതായത് രക്തക്കുറവ് അനുഭവിക്കുന്നവർക്കൊക്കെ കഴിക്കാവുന്ന നല്ല ഹെൽത്തി ഫുഡ് കൂടിയാണ് മാംഗോ. മാങ്ങയുടെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ഈ മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. നല്ല തിക്ക് പേസ്റ്റ് ആയിരിക്കണം. കണ്ടോ, ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റ് ആയിരിക്കണം. ഇനി ഈ മാംഗോ പൾപ്പ് ഒരു ബൗളിലേക്ക് മാറ്റുക. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തതായി ഇതിലേക്ക് ഒരു കപ്പ് ഹങ്കേഡാണ് ആവശ്യം. ഹങ്കേഡ് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളമില്ലാത്ത തൈരിനെയാണ് ഹങ്കേഡ് എന്ന് പറയുന്നത്. ഹങ്കേഡ് തയ്യാറാക്കാനായി ഒരു അരിപ്പയിലേക്ക് ഒരു കോട്ടൺ തുണി വെച്ച് ഒരു കപ്പ് തൈരിട്ട് തുണി നന്നായി ടൈറ്റാക്കി വയ്ക്കുക. അരിപ്പയിൽ തന്നെ 2-3 മണിക്കൂർ വയ്ക്കുക. അപ്പോൾ തൈരിൽ നിന്ന് വെള്ളം നന്നായി പോകും. ഞാനിവിടെ ഇതുപോലെ 2 മണിക്കൂർ നേരം വെച്ച തൈരാണിത്. ഈ തൈരിൽ ഒട്ടും വെള്ളമില്ല. ഈ ഹങ്കേഡ് മാങ്ങയിട്ടിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെയുള്ള നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് തൈര്. ഗ്യാസ്, അസിഡിറ്റി, നെഞ്ചിരിച്ചിലുള്ളവർക്കൊക്കെ ഇതെല്ലാം മാറുന്നതിന് കഴിക്കാവുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവും കൂടാതെ ദഹനാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്ന നല്ലൊരു പ്രോബിയോട്ടിക്സ് കൂടിയാണ് തൈര്. തൈര് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുക. സാധാരണ മാംഗോ ശ്രീഖണ്ഡ് പഞ്ചസാര ചേർത്താണ് തയ്യാറാക്കുന്നത്. പക്ഷേ പഞ്ചസാര നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് തേൻ ചേർത്തിരിക്കുന്നത്. തേൻ ചേർത്തത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കുമൊക്കെ തേൻ ചേർത്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പഞ്ചസാരയേക്കാൾ തേനിന് ഗ്ലൈസീമിക് സൂചിക കുറവാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചോ മിക്സ് ചെയ്തെടുക്കുക. തൈരും മാങ്ങയും നന്നായി മിക്സ് ആകണം. രണ്ടും സെപ്പറേറ്റ് ആയി കാണരുത്. ഇപ്പോൾ തൈരും മാങ്ങയുമൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രീഖണ്ഡ് ഇവിടെ തയ്യാറായി. ഇത് അടച്ച് കുറച്ചു നേരം ഫ്രിഡ്ജിൽ തണുക്കാനായി വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുക. ടോപ്പിംഗ്സായി ബദാം ഫ്ലേക്സ്, പിസ്ത ചോപ്പ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കഴിക്കാം. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇതുപോലെ നല്ലൊരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കി കഴിക്കാം. മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ കഴിക്കാൻ സാധിക്കുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഇനി ഷുഗർ ഉള്ളവർ മിതമായ അളവിൽ മാത്രമേ ഇത് കഴിക്കാവൂ. ഷുഗർ ഉള്ളവർ ഒരിക്കലും ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കരുത്. ഇടനേരങ്ങളിൽ വേണം കഴിക്കാൻ. ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് മാത്രമല്ല, ഹെൽത്തി ആയിരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് മാംഗോ ശ്രീഖണ്ഡ്. ഇതുപോലെ തയ്യാറാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു റെസിപ്പിയും ഇൻഫർമേഷനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
താങ്ക് യു.